ടിപ്സ് ആൻഡ് ട്രിക്സിലേക്ക് ഏവർക്കും സ്വാഗതം. വരുന്ന LDC 2024, LGS 2024 എക്സാംസിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ടുള്ള സിലബസ് പ്രകാരമുള്ള ഫ്രീ ക്ലാസ്സുകൾ നമ്മുടെ ചാനലിലൂടെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഒരു ദിവസം 6 ക്ലാസ്സുകൾ വെച്ചാണ് നമ്മൾ നൽകുന്നത്. അപ്പോൾ 6 ക്ലാസ്സുകൾ ഏതൊക്കെ സമയത്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കാലത്ത് 6 മണിക്കും 9 മണിക്കും 12 മണിക്ക് ഈ പറയുന്ന 3 ക്ലാസ്സുകളും SCRT NCRT ബേസ് ചെയ്തിട്ടുള്ള ക്ലാസ് ആണ്. അതുപോലെ 3 മണിക്ക് ഇംഗ്ലീഷ് മാത്സ് മലയാളത്തിന്റെ ക്ലാസ് ആണ്. അത് ഒരാഴ്ച തന്നെ നമ്മൾ 3ഉം കൂടെ കവർ ആകുന്ന രീതിയിലാണ്. 2 ദിവസം ഇംഗ്ലീഷ്, 2 ദിവസം മാത്സ്, 2 ദിവസം മലയാളം. ദെൻ രാത്രി 8 മണിക്ക് മുൻവർഷ ചോദ്യങ്ങളുടെ ഡിസ്കഷൻ ആണ് നമ്മൾ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ കാലത്ത് നമ്മൾ 6 മണിക്കും 9 മണിക്കും 12 മണിക്കും എന്തൊക്കെ കാര്യങ്ങളാണോ പഠിക്കുന്നത്, ഏതൊക്കെ SCRT പാഠഭാഗങ്ങളാണോ പഠിക്കുന്നത്, അതുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ആ ഭാഗത്തു നിന്നും PSC 2021 മുതൽ 24 വരെ ചോദിച്ചിട്ടുള്ള മുൻവർഷ ചോദ്യങ്ങൾ ഡിസ്കസ് ചെയ്യുന്നു. രാത്രി 10:30 എക്സ്പെക്റ്റഡ് കറണ്ട് അഫയേഴ്സിന്റെ ക്ലാസ് ആണ്. അതിന്റെ കൂട്ടത്തിൽ തന്നെ നമ്മൾ കലാകായികം, സാഹിത്യം, സംസ്കാരം എന്ന് പറയുന്ന ഭാഗവും കൂടെ ചെറിയ കോഡ്സും കണക്ഷൻസ് ഒക്കെ യൂസ് ചെയ്ത് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അത് നമ്മൾ ലൈവാണ്. അപ്പോൾ 8 മണിക്കും രാത്രി 10:30 ക്ലാസ് എന്ന് പറയുന്നത് ലൈവ് ക്ലാസ് ആണ്. ബാക്കിയുള്ളത് റെക്കോർഡഡ് ക്ലാസ് ആണ്. അങ്ങനെ 6 ക്ലാസ്സുകളാണ് നിങ്ങൾക്ക് ഒരു ദിവസം പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ മാക്സിമം എല്ലാ ക്ലാസ്സുകളും കണ്ട് പ്രയോജനപ്പെടുത്തണം. എപ്പോഴും പറയുന്നത് പോലെ നോട്ട്സ് തയ്യാറാക്കിയിട്ട് വേണം നിങ്ങൾ പഠിക്കാനായിട്ട്. നമ്മുടെ ടെലിഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യാത്തവരുണ്ടെങ്കിൽ, പുതിയതായിട്ട് വന്നിട്ടുള്ളവർക്കൊക്കെ ടെലിഗ്രാം ചാനലിനെ കുറിച്ച് അറിയില്ല, അപ്പോൾ അങ്ങനെയുള്ളവരുണ്ടെങ്കിൽ ജോയിൻ ചെയ്യണേ. താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമന്റ് ബോക്സിൽ ഫസ്റ്റ് കമന്റ് ആയിട്ട് ടെലിഗ്രാമിന്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഓരോ ദിവസവും പഠിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്, അതിന് വേണ്ടിയിട്ടുള്ള ഇൻസ്ട്രക്ഷൻസ്, PDF ഇതെല്ലാം പ്രൊവൈഡ് ചെയ്യുന്നത് ടെലിഗ്രാം വഴിയാണ്. സോ ടെലിഗ്രാമിൽ ജോയിൻ ചെയ്യുക. പിന്നെ നമ്മുടെ ക്ലാസ്സും കോഡ്സും കണക്ഷൻസും ഒക്കെ ഇഷ്ടപ്പെടുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനായിട്ട് ആരും മറക്കരുത്. എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ താഴെ കമന്റ് ആയിട്ട് പറയാവുന്നതാണ്. പിന്നെ മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് വീഡിയോസ് ഷെയർ ചെയ്ത് കൊടുക്കുകയും കൂടെ ചെയ്യാം. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിലോട്ട് കിടക്കാം. ഇന്നത്തെ ക്ലാസ് എന്ന് പറയുന്നത് എക്കണോമിക്സ് ആണ് കേട്ടോ. അപ്പോൾ എക്കണോമിക്സിൽ നമ്മൾ ഓരോ ചാപ്റ്റർ ആയിട്ട് പഠിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലെ. ഉൽപാദന പ്രക്രിയയിലൂടെ പഠിച്ചു, ഇന്ത്യയും സാമ്പത്തിക ആസൂത്രണവും പഠിച്ചു, സാമ്പത്തിക വികസനം എന്ന് പറയുന്ന ചാപ്റ്റർ പഠിച്ചു അല്ലെ, ദേശീയ വരുമാനം പഠിച്ചു. ഇന്നത്തെ ക്ലാസ്സിൽ സമ്പദ് വ്യവസ്ഥകളും സാമ്പത്തിക നയങ്ങളും എന്ന് പറയുന്ന ചാപ്റ്ററാണ് നമ്മൾ നോക്കുന്നത്. വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ചാപ്റ്ററാണ്. സമ്പദ് വ്യവസ്ഥകളും സാമ്പത്തിക നയങ്ങളും എന്ന് പറയുന്ന എക്കണോമിക്സിലെ SCRT പാഠഭാഗം നമുക്ക് വിശദമായിട്ട് പഠിക്കാം. നോക്കുക, സമ്പദ് വ്യവസ്ഥകളും സാമ്പത്തിക നയങ്ങളും, ഇതാണ് ചാപ്റ്ററിൻ്റെ പേര്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് കുറച്ച് ചിത്രങ്ങൾ നൽകിയിട്ടുണ്ട് അല്ലേ. അപ്പോൾ എന്താണ് ഇവിടെ ചിത്രത്തിൽ നൽകിയിരിക്കുന്ന ഭൂമി, ഫാക്ടറി, ഗതാഗതം, സാങ്കേതിക വിദ്യ തുടങ്ങിയവ സാധനങ്ങളും സേവനങ്ങളും ഉൽപ്പാദിപ്പിക്കുവാനും വിതരണം ചെയ്യാനുമുള്ള ചില ഉപാധികളാണ് അല്ലേ. നമ്മൾ സാധനങ്ങൾ എന്താണ്, സേവനങ്ങൾ എന്താണ് എന്നുള്ളതൊക്കെ നമ്മൾ പഠിച്ചു. അപ്പോൾ സാധനങ്ങളും സേവനങ്ങളും ഉൽപ്പാദിപ്പിക്കുവാനും വിതരണം ചെയ്യാനുമുള്ള ഉപാധികളാണ് എന്ത്? ഭൂമി, ഫാക്ടറി, ഗതാഗതം, സാങ്കേതിക വിദ്യ തുടങ്ങിയവയെല്ലാം. ഇത്തരം ഉൽപാദന ഉപാധികളുടെ ഉടമസ്ഥത ആർക്കാണ് എന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? ഉൽപാദനോപാധികളുടെ ഉടമസ്ഥത വിവിധ രാജ്യങ്ങളിൽ വ്യത്യസ്ത തരത്തിലാണ്. ചില രാജ്യങ്ങളിൽ ഉൽപാദനോപാധികളുടെ ഉടമസ്ഥത മുഖ്യമായും ആർക്കാണ്? സ്വകാര്യ വ്യക്തികളിലാണ്. എന്നാൽ മറ്റു ചില രാജ്യങ്ങളിൽ എന്തായിരിക്കും? ഇത് പൊതു ഉടമസ്ഥതയിലായിരിക്കും. വേറെ ചില രാജ്യങ്ങളിൽ പൊതുമേഖലയ്ക്കും സ്വകാര്യ മേഖലയ്ക്കും ഒരുപോലെ പങ്കാളിത്തം ഉണ്ടായിരിക്കും. അപ്പോൾ ഭൂമി, മൂലധനം, അസംസ്കൃത വസ്തുക്കൾ മുതലായവ ഉൽപാദന ഉപാധികളുടെ ഉടമസ്ഥതയുടെ അടിസ്ഥാനത്തിൽ സമ്പദ് വ്യവസ്ഥയെ 3ആയിട്ട് തിരിക്കാറുണ്ട്. ഓക്കെ, ഇതൊക്കെ നമ്മൾ മുന്നേ പഠിച്ചിട്ടുള്ളതാണ്. സമ്പദ് വ്യവസ്ഥയെ 3ആയിട്ട് തിരിക്കാറുണ്ട്. ഏതൊക്കെയാണ്? മുതലാളിത്ത സമ്പദ് വ്യവസ്ഥ, സോഷ്യലിസ്റ്റ് സമ്പദ് വ്യവസ്ഥ, മിശ്ര സമ്പദ് വ്യവസ്ഥ. നമ്മൾ +1 എക്കണോമിക്സ് പഠിച്ചിട്ടുണ്ടായിരുന്നു. ആ ഒരു ചാപ്റ്ററൊക്കെ നമ്മൾ നല്ല ഡീറ്റെയിൽഡ് ആയിട്ട് ഈ കാര്യങ്ങളൊക്കെ പഠിച്ചതാണ്. അപ്പോൾ ആ വീഡിയോസ് കാണാത്തവരുണ്ടെങ്കിൽ കാണുക. ഓക്കെ ആണല്ലോ. അപ്പോൾ സമ്പദ് വ്യവസ്ഥയെ മെയിനായിട്ട് ഉൽപാദന ഉപാധികളുടെ ഉടമസ്ഥതാവകാശത്തിൻ്റെ അടിസ്ഥാനത്തിൽ 3ആയിട്ട് തിരിക്കാം. മുതലാളിത്ത സമ്പദ് വ്യവസ്ഥ, സോഷ്യലിസ്റ്റ് സമ്പദ് വ്യവസ്ഥ, മിശ്ര സമ്പദ് വ്യവസ്ഥ എന്നിങ്ങനെ 3ആയിട്ടാണ് തിരിക്കുന്നത്. ആദ്യം മുതലാളിത്ത സമ്പദ് വ്യവസ്ഥ എന്താണ് എന്നുള്ളതാണ് പറയുന്നത്. അതായത് ഉൽപാദന ഉപാധികൾ സ്വകാര്യ ഉടമസ്ഥതയിലുള്ളതും ലാഭം ലക്ഷ്യമാക്കി പ്രവർത്തിക്കുന്നതുമായിട്ടുള്ള സമ്പദ് വ്യവസ്ഥയാണ് മുതലാളിത്ത സമ്പദ് വ്യവസ്ഥ. ഓക്കെ, മുതലാളിത്ത സമ്പദ് വ്യവസ്ഥ എന്ന് പറയുമ്പോൾ ഉൽപാദന ഉപാധികൾ ആരുടെ ഉടമസ്ഥതയിലായിരിക്കും? സ്വകാര്യ ഉടമസ്ഥതയിലായിരിക്കും. ലാഭം മാത്രം ലക്ഷ്യമാക്കി പ്രവർത്തിക്കുന്നതുമായിട്ടുള്ള സമ്പദ് വ്യവസ്ഥയാണ് മുതലാളിത്ത സമ്പദ് വ്യവസ്ഥ എന്ന് പറയുന്നത്. അപ്പോൾ മുതലാളിത്ത സമ്പദ് വ്യവസ്ഥയുടെ സവിശേഷതകൾ എന്തൊക്കെയാണ് എന്ന് കൊടുത്തിട്ടുണ്ട്. നോക്കുക, എന്തൊക്കെയാണ്?
സംരംഭകർക്ക് ഏത് ഉൽപ്പന്നവും ഉൽപ്പാദിപ്പിക്കുവാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. ഓക്കെ, അപ്പോൾ സ്വകാര്യ വ്യക്തികളുടെ ഉടമസ്ഥതയിലാണ്. ആ വ്യക്തിക്ക് ഇഷ്ടമുള്ള പോലുള്ള ഉൽപ്പന്നങ്ങൾ ഉൽപ്പാദിപ്പിക്കുവാനുള്ള സ്വാതന്ത്ര്യം അവിടെയുണ്ട്. സ്വകാര്യ സ്വത്തവകാശം, ലാഭം ലക്ഷ്യമാക്കിയുള്ള പ്രവർത്തനം, പാരമ്പര്യ സ്വത്ത് കൈമാറ്റ രീതി, വില നിയന്ത്രണമില്ലാത്ത സ്വതന്ത്രമായ കമ്പോളം, ഉപഭോക്താക്കളുടെ പരമാധികാരം, ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കാനുള്ള സംരംഭങ്ങളുടെ പരസ്പര മത്സരം. ഇതെല്ലാമാണ് മുതലാളിത്ത സമ്പദ് വ്യവസ്ഥയുടെ സവിശേഷതകൾ എന്ന് പറയുന്നത്. എന്തൊക്കെയാണ്? സംരംഭകർക്ക് ഏത് ഉൽപ്പന്നവും ഉൽപ്പാദിപ്പിക്കാനുള്ള സ്വാതന്ത്ര്യം. ഓക്കെ, സ്വകാര്യ ഉടമസ്ഥതയിലാണ്. അപ്പോൾ സ്വകാര്യ വ്യക്തികൾക്ക് തീരുമാനിക്കാം ഏത് ഉൽപ്പന്നം എപ്പോൾ ഉൽപ്പാദിപ്പിക്കണം, എന്ത് ഉൽപ്പാദിപ്പിക്കണം, ഒക്കെ എങ്ങനെ ഉൽപ്പാദിപ്പിക്കണം എന്നെല്ലാം തീരുമാനിക്കുന്നത് ആ സ്വകാര്യ ഉടമസ്ഥനാണ്. ഇനി സ്വകാര്യ സ്വത്തവകാശം, അല്ലെ, അതിൽ നിന്നും കിട്ടുന്ന അവകാശം, അത് സ്വത്തിന്റെ അവകാശം ആർക്കാണ്? ആ സ്വകാര്യ വ്യക്തിക്ക് തന്നെയാണ്. ദെൻ ലാഭം ലക്ഷ്യമാക്കിയുള്ള പ്രവർത്തനം, അല്ലെ, ലാഭം മാത്രമാണ് ലക്ഷ്യം വെക്കുന്നത്, അല്ലാതെ ജനങ്ങളുടെ കയ്യിൽ പൈസയുണ്ടോ അല്ലെങ്കിൽ അവരുടെ ക്ഷേമം ഒന്നും അന്വേഷിക്കേണ്ട കാര്യം ആ സ്വകാര്യ ഉടമസ്ഥനില്ല. അവർ ലാഭം മാത്രമായിരിക്കും ലക്ഷ്യം വെച്ചുകൊണ്ട് പ്രവർത്തിക്കുന്നത്. ദെൻ പാരമ്പര്യ സ്വത്ത് കൈമാറ്റ രീതി. ഇപ്പോൾ ഈ ഒരു സ്വകാര്യ വ്യക്തി പൈസ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ പാരമ്പര്യമായിട്ട് അത് അവരുടെ അടുത്ത തലമുറ അങ്ങനെ അവർക്ക് പണമുള്ളവർ അത് കൈമാറ്റം ചെയ്ത് അവർ പണക്കാരായിട്ട് തന്നെ അങ്ങനെ തന്നെ ഇരിക്കും. അങ്ങനെ പാരമ്പര്യ സ്വത്ത് കൈമാറ്റ രീതി. വില നിയന്ത്രണമില്ലാത്ത സ്വതന്ത്രമായിട്ടുള്ള കമ്പോളം, അല്ലെ, വില നിയന്ത്രിക്കാൻ ഇപ്പോൾ ഗവൺമെന്റിന്റെ കൺട്രോളിലൊക്കെ ആകുമ്പോൾ ഒരു സാധനത്തിന് നിശ്ചിത വില, അതിൽ കൂടുതലാവാൻ പാടില്ല എന്നുള്ളൊരു കൺട്രോളൊക്കെ ഉണ്ടാവും. ഇവിടെ വില നിയന്ത്രണമൊന്നുമില്ല, അവർ തീരുമാനിക്കുന്നതാണ് അവരുടെ വില. ഓക്കെ, ഉപഭോക്താക്കളുടെ പരമാധികാരം, നമുക്ക് ഇഷ്ടമുള്ള കാശുള്ളവന് പോയിട്ട് എന്ത് വേണമെങ്കിലും വാങ്ങിക്കാം, അവർക്ക് വേണ്ട സാധനങ്ങൾ വാങ്ങിച്ചോളാം. അങ്ങനെ ഉപഭോക്താക്കൾക്ക് അവിടെ അധികാരമുണ്ട്. ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കാനുള്ള സംരംഭകരുടെ പരസ്പര മത്സരം, അല്ലെ, സ്വകാര്യ വ്യക്തികളുടെ ഇപ്പോൾ കടകളാണെങ്കിൽ അവർ തമ്മിലൊരു മത്സരം ഉണ്ടാവും. ഏറ്റവും കൂടുതൽ ആർക്കാണ് കച്ചവടം നടക്കുക എന്നുള്ളൊരു മത്സരം ഉണ്ടാവും, അല്ലെ. അപ്പോൾ ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കാനുള്ള സംരംഭകരുടെ പരസ്പര മത്സരം, ഇങ്ങനെയുള്ളതൊക്കെയാണ് മുതലാളിത്ത സമ്പദ് വ്യവസ്ഥയുടെ സവിശേഷതകൾ എന്ന് പറയുന്നത്. മുതലാളിത്ത സമ്പദ് വ്യവസ്ഥയിൽ സാമ്പത്തിക പ്രവർത്തനങ്ങളിലെ സർക്കാർ ഇടപെടലുകൾ വളരെ കുറവാണ്. ഓക്കെ, മുതലാളിത്ത സമ്പദ് വ്യവസ്ഥയിൽ സാമ്പത്തിക പ്രവർത്തനങ്ങളിൽ സർക്കാർ ഇടപെടലുകൾ എങ്ങനെയാണ്? വളരെ കുറവാണ്. ക്രമസമാധാന പാലനവും വൈദേശിക ആക്രമണങ്ങളെ പ്രതിരോധിക്കലുമായിരുന്നു രാഷ്ട്രത്തിന്റെ പ്രധാന ചുമതല. ഇത്തരം രാഷ്ട്രങ്ങളെ പോലീസ് സ്റ്റേറ്റ് എന്ന് വിളിച്ചു. പോലീസ് സ്റ്റേറ്റ് എന്താണ്? ക്രമസമാധാന പാലനവും വൈദേശിക ആക്രമണങ്ങളെ പ്രതിരോധിക്കലുമായിരുന്നു രാഷ്ട്രത്തിന്റെ പ്രധാന ചുമതല. ഇത്തരം രാഷ്ട്രങ്ങളെയാണ് പോലീസ് സ്റ്റേറ്റ് എന്ന് വിളിക്കുന്നത്. സമ്പദ് വ്യവസ്ഥയുടെ അടിസ്ഥാന പ്രശ്നങ്ങളെക്കുറിച്ച് നമ്മൾ പഠിച്ചു, അല്ലെ. എന്തുൽപ്പാദിപ്പിക്കണം, എങ്ങനെ ഉൽപ്പാദിപ്പിക്കണം, ആർക്കു വേണ്ടി ഉൽപ്പാദിപ്പിക്കണം എന്നീ അടിസ്ഥാന പ്രശ്നങ്ങൾ മുതലാളിത്ത സമ്പദ് വ്യവസ്ഥയിൽ പരിഹരിക്കപ്പെടുന്നത് വില സംവിധാനത്തിലൂടെയാണ്. ഓക്കെ, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പോയിന്റ് ആണ്. എന്തുൽപ്പാദിപ്പിക്കണം, എങ്ങനെ ഉൽപ്പാദിപ്പിക്കണം, ആർക്കു വേണ്ടി ഉൽപ്പാദിപ്പിക്കണം, ഈ പ്രശ്നങ്ങളെല്ലാം മുതലാളിത്ത സമ്പദ് വ്യവസ്ഥയിൽ പരിഹരിക്കപ്പെടുന്ന എന്തിലൂടെയാണ്? വില സംവിധാനത്തിലൂടെയാണ് എന്നുള്ളത് ഓർത്തുവെക്കുക. സാധനങ്ങളുടെയും സേവനങ്ങളുടെയും വില വർദ്ധിക്കുമ്പോൾ സംരംഭകർ ഉൽപ്പാദനം വർദ്ധിപ്പിച്ച് കൂടുതൽ ലാഭമുണ്ടാക്കാൻ ശ്രമിക്കും, അല്ലെ. സാധനങ്ങളുടെയും സേവനങ്ങളുടെയും വില കൂടുന്ന സമയത്ത് സംരംഭകർ എന്ത് ചെയ്യും? ഉൽപ്പാദനം കൂട്ടും, അതിനനുസരിച്ച് ലാഭം ഉണ്ടാക്കാനായിട്ട് ശ്രമിക്കും. എന്നാൽ ഉൽപ്പന്നങ്ങൾക്ക് വില കൂടുമ്പോൾ പൊതുവെ ആവശ്യക്കാർ എന്ത് ചെയ്യും? കുറയും, അല്ലെ. ഉൽപ്പന്നത്തിന് വില കൂടിയെന്ന് വെച്ചാൽ ആരും ഓടിപ്പോയി വാങ്ങിക്കില്ല. വില കുറവുള്ള കടകൾ നോക്കി ആളുകൾ സാധനം വാങ്ങിക്കുള്ളൂ. അപ്പോൾ ഉൽപ്പന്നങ്ങൾക്ക് വില കൂടുന്ന സമയത്ത് ആവശ്യക്കാർ കുറയും, സംരംഭകർക്ക് എന്ത് ചെയ്യേണ്ടി വരും? ഉൽപ്പാദനം കുറയ്ക്കേണ്ടതായിട്ട് വരുന്നു. അതുപോലെ സാധനങ്ങളുടെയും സേവനങ്ങളുടെയും വില കുറയുന്ന സമയത്ത് എന്ത് ചെയ്യും? സംരംഭകർ വില കുറയുമ്പോൾ ഉൽപ്പാദനം കുറയ്ക്കാനായിട്ട് ശ്രമിക്കും. പക്ഷേ വില കുറഞ്ഞു എന്ന് കാണുമ്പോൾ ആവശ്യക്കാർ കൂടും, അല്ലേ? അപ്പോൾ ആവശ്യക്കാർ കൂടുന്ന സമയത്ത് സംരംഭകർ ഉൽപ്പാദനം വർദ്ധിപ്പിക്കുകയും ചെയ്യും. അപ്പോൾ ഇങ്ങനെ വിലയിലെ ഏറ്റക്കുറച്ചിലുകളാണ് ഉൽപ്പാദകരെയും ആവശ്യക്കാരെയും സ്വാധീനിക്കുന്നതിൻ്റെ ഫലമായി സാധനങ്ങളുടെയും സേവനങ്ങളുടെയും ലഭ്യത നിയന്ത്രിക്കപ്പെടുന്നതിനെയാണ് വില സംവിധാനം എന്ന് പറയുന്നത്. ഓക്കെ, വിലയിലുണ്ടാവുന്ന ഏറ്റക്കുറച്ചിലുകൾ ഉൽപ്പാദകരെയും ആവശ്യക്കാരെയും സ്വാധീനിക്കുന്നു, അല്ലേ? അപ്പോൾ വില കുറയുമ്പോൾ ആവശ്യക്കാർ കൂടും. അപ്പോൾ അവരെന്ത് ചെയ്യും? അവർക്ക് ഉൽപ്പാദനം കൂട്ടേണ്ടതായിട്ട് വരും. വില കൂടുമ്പോൾ ഇവർ ഉൽപ്പാദനം കൂട്ടാൻ ശ്രമിക്കും. പക്ഷേ വില കൂടുന്നതിനനുസരിച്ച് ആവശ്യക്കാർ കുറയുന്ന സമയത്ത് ഇവർക്ക് ഉൽപ്പാദനം കുറയ്ക്കേണ്ടതായിട്ട് വരും. അപ്പം ഇങ്ങനെ വിലയുടെ ഏറ്റക്കുറച്ചിലുകൾ
ബാധിക്കുന്ന ആ ഒരു സംവിധാനത്തെയാണ് വിലയുടെ ഏറ്റക്കുറച്ചിലുകൾ ഉൽപ്പാദകരെയും ആവശ്യക്കാരെയും സ്വാധീനിക്കുന്നതിൻ്റെ ഫലമായിട്ട് സാധനങ്ങളുടെയും സേവനങ്ങളുടെയും ലഭ്യത നിയന്ത്രിക്കപ്പെടുന്നതിനെയാണ് വില സംവിധാനം എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു വില സംവിധാനമാണ് എന്ത് ഉൽപ്പാദിപ്പിക്കണം, എങ്ങനെ ഉൽപ്പാദിപ്പിക്കണം, ആർക്ക് വേണ്ടി ഉൽപ്പാദിപ്പിക്കണം എന്ന് പറയുന്ന അടിസ്ഥാന പ്രശ്നങ്ങൾ മുതലാളിത്ത സമ്പദ് വ്യവസ്ഥയിൽ കൈകാര്യം ചെയ്യുന്നത്, അല്ലെങ്കിൽ അതിനെ എന്താണ് ചെയ്യുന്നത്, വില സംവിധാനത്തിലൂടെയാണ് എന്നുള്ളതാണ് നമ്മളിവിടെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഓർത്തു വയ്ക്കേണ്ടത്. മുതലാളിത്ത സമ്പദ് വ്യവസ്ഥയുടെ പല സവിശേഷതകളും പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നുണ്ട്. ഉദാഹരണത്തിന് സ്വകാര്യ സ്വത്തവകാശവും പാരമ്പര്യ സ്വത്ത് കൈമാറ്റ രീതിയും നിലനിൽക്കുന്നത് ചിലരുടെ പക്കൽ സമ്പത്ത് കുന്നുകൂടുന്നതിന് വഴിയൊരുക്കുന്നു. ഇത് സമൂഹത്തിൽ സാമ്പത്തിക അന്തരം വർദ്ധിക്കാൻ കാരണമാകുന്നു, അല്ലെ? അപ്പോൾ മുതലാളിത്ത സമ്പദ് വ്യവസ്ഥയുടെ ഒരു പോരായ്മ എന്ന് പറയുന്നത് തന്നെയാണ് ഇത്. എന്താണ് പോരായ്മ? സ്വകാര്യ സ്വത്തവകാശവും പാരമ്പര്യ സ്വത്ത് കൈമാറ്റ രീതിയും ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ എന്ത് സംഭവിക്കും? ചിലരുടെ പക്കൽ മാത്രം സമ്പത്ത് കുന്നുകൂടുന്നതിന് കാരണമാക്കുന്നു, അല്ലെ? ഇപ്പം നമ്മുടെ കയ്യിൽ പൈസയുണ്ട്, നമ്മുടെ വരും തലമുറയ്ക്ക് അത് കൈമാറി, അവരവരുടെ തലമുറയ്ക്ക് കൈമാറി എന്ന് പറയുമ്പോൾ പണക്കാർ എന്നും പണക്കാരായിട്ടും പാവപ്പെട്ടവർ എന്നും പാവപ്പെട്ടവരായിട്ടും ഇരിക്കുന്ന ഒരു അവസ്ഥ ഉണ്ടാവുന്നു, അല്ലെ? അപ്പോൾ ഇത് സമൂഹത്തിൽ സാമ്പത്തിക അന്തരം വർദ്ധിക്കാനായിട്ട് കാരണമാകുന്നു എന്നുള്ളത് മുതലാളിത്ത സമ്പദ് വ്യവസ്ഥയുടെ ഒരു പോരായ്മയാണ്. ഓക്കെ, ഇനി അടുത്തത് സോഷ്യലിസ്റ്റ് സമ്പദ് വ്യവസ്ഥയാണ് നമ്മൾ പഠിക്കുന്നത്. ഉൽപാദന ഉപാധികൾ പൊതു ഉടമസ്ഥതയിലുള്ളതും കേന്ദ്രീകൃത ആസൂത്രണം അടിസ്ഥാനമാക്കി പ്രവർത്തിക്കുന്നതുമായിട്ടുള്ള സമ്പദ് വ്യവസ്ഥയാണ് സോഷ്യലിസ്റ്റ് സമ്പദ് വ്യവസ്ഥ. ഓക്കെ, ഉൽപാദനോപാധികൾ പൊതു ഉടമസ്ഥതയിലായിരിക്കും, ഗവൺമെന്റിന്റെ കീഴിലായിരിക്കും, കേന്ദ്രീകൃത ആസൂത്രണം നടപ്പിലാക്കിയിട്ടാണ്. ഓക്കെ, കേന്ദ്രീകൃത ആസൂത്രണം അടിസ്ഥാനമാക്കിയാണ് പ്രവർത്തിക്കുന്നത്. അങ്ങനെയുള്ള സമ്പദ് വ്യവസ്ഥയാണ് സോഷ്യലിസ്റ്റ് സമ്പദ് വ്യവസ്ഥ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ സമ്പദ് വ്യവസ്ഥയുടെ സവിശേഷതകൾ എന്താണ്? പൊതു ഉടമസ്ഥതയിൽ എന്ന് പറയുമ്പോൾ ജനങ്ങളുടെ ക്ഷേമം ലക്ഷ്യമാക്കിയിട്ടുള്ള പ്രവർത്തനമായിരിക്കും സോഷ്യലിസ്റ്റ് സമ്പദ് വ്യവസ്ഥയിൽ. ജനക്ഷേമം ലക്ഷ്യമാക്കിയുള്ള പ്രവർത്തനമായിരിക്കും. സ്വകാര്യ സംരംഭകരുടെ അഭാവം, അല്ലെ? ഇവിടെ പ്രൈവറ്റ് സെക്ടറിന് റോൾ ഉണ്ടാവില്ല. സ്വകാര്യ സ്വത്തവകാശം, പാരമ്പര്യ സ്വത്ത് കൈമാറ്റ രീതി എന്നിവയുടെ അഭാവം. ഓക്കെ, സ്വകാര്യ സ്വത്തവകാശമോ പാരമ്പര്യ സ്വത്ത് കൈമാറ്റ രീതിയോ ഇവിടെ ഉണ്ടാവില്ല. സാമ്പത്തിക സമത്വം ഉണ്ടാവും. ഓക്കെ, അപ്പോൾ ഇത്രയാണ് എന്ത് സോഷ്യലിസ്റ്റ് സമ്പദ് വ്യവസ്ഥയുടെ സവിശേഷതകൾ. ഓക്കെ, ജനക്ഷേമമാണ് ലക്ഷ്യമാക്കുന്നത്. സ്വകാര്യ സംരംഭങ്ങളുടെ, പ്രൈവറ്റ് സെക്ടറിന്റെ അഭാവം, അവരുടെ കൺട്രോൾ ഉണ്ടാവില്ല, അവർക്ക് റോള് കുറവായിരിക്കും. സ്വകാര്യ സ്വത്തവകാശം, പാരമ്പര്യ സ്വത്ത് കൈമാറ്റ രീതി എന്നിവയുടെ അഭാവം, സാമ്പത്തിക സമത്വം എന്നിവയാണ് സോഷ്യലിസ്റ്റ് സമ്പദ് വ്യവസ്ഥയുടെ സവിശേഷതകൾ. സമ്പദ് വ്യവസ്ഥയുടെ അടിസ്ഥാന പ്രശ്നങ്ങൾ സോഷ്യലിസത്തിൽ പരിഹരിക്കപ്പെടുന്നത് ആസൂത്രണത്തിലൂടെയാണ്. മുതലാളിത്ത സമ്പദ് വ്യവസ്ഥയിൽ എന്തായിരുന്നു അടിസ്ഥാന പ്രശ്നങ്ങൾ? എങ്ങനെയാണ് പരിഹരിക്കപ്പെടുന്നത്? വില സംവിധാനത്തിലൂടെയാണ് എന്ന് പറഞ്ഞു. ഇവിടെ സോഷ്യലിസ്റ്റ് സമ്പദ് വ്യവസ്ഥയുടെ അടിസ്ഥാന പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടുന്നത് എങ്ങനെയാണ്? ആസൂത്രണത്തിലൂടെയാണ്, കേന്ദ്രീകൃത ആസൂത്രണത്തിലൂടെയാണ്. എന്ത് ഉൽപ്പാദിപ്പിക്കണം, എങ്ങനെ ഉൽപ്പാദിപ്പിക്കണം, ആർക്കു വേണ്ടി ഉൽപ്പാദിപ്പിക്കണം എന്നെല്ലാം ആസൂത്രണം ചെയ്ത് ജനക്ഷേമം ലക്ഷ്യമാക്കി ഉൽപ്പാദനവും വിതരണവും നടത്തുന്നു. ഓക്കെ, ആസൂത്രണം ചെയ്തിട്ടാണ്, ജനക്ഷേമം ലക്ഷ്യമാക്കിയാണ് ഉൽപ്പാദനവും വിതരണവും നടത്തുന്നത്. രാജ്യത്തിന് ആവശ്യമുള്ള സാധനങ്ങളുടെയും സേവനങ്ങളുടെയും അളവ് കണ്ടെത്തി അതിനനുസരിച്ച് ഉൽപ്പാദനം നിയന്ത്രിക്കുന്നു. ഓക്കെ, രാജ്യത്തിന് ആവശ്യമുള്ള സാധനങ്ങളുടെയും സേവനങ്ങളുടെയും അളവ് കണ്ടെത്തി അതിനനുസരിച്ചാണ് ഉൽപ്പാദനം നിയന്ത്രിക്കുന്നത്. മുതലാളിത്ത സമ്പദ് വ്യവസ്ഥയിൽ എന്താണ്? സംരംഭകർക്ക് ഏത് ഉൽപ്പന്നം ഏത് സമയത്ത് ഉൽപ്പാദിപ്പിക്കണോ ഇഷ്ടമുള്ളത് ഉൽപ്പാദിപ്പിച്ച് അത് വാങ്ങാൻ കപ്പാസിറ്റി ഉള്ള ആൾ പോയിട്ട് വാങ്ങിച്ചാൽ മതി എന്നുള്ളൊരു സിസ്റ്റമാണ് മുതലാളിത്ത സമ്പദ് വ്യവസ്ഥയിൽ. പക്ഷേ സോഷ്യലിസ്റ്റ് സമ്പദ് വ്യവസ്ഥയിൽ എന്താണ്? രാജ്യത്തിന് അല്ലെങ്കിൽ സമൂഹത്തിന് ജനങ്ങൾക്ക് എന്താണോ ആവശ്യം അതിനനുസരിച്ചിട്ടുള്ള സാധനങ്ങളും സേവനങ്ങളുടെയും അളവ് കണ്ടെത്തി അതിനനുസരിച്ച് ഉൽപ്പാദനം നിയന്ത്രിക്കുന്നതാണ് സോഷ്യലിസ്റ്റ് സമ്പദ് വ്യവസ്ഥ. പിന്നെ വില മുൻകൂട്ടി നിശ്ചയിക്കുന്നതിനാൽ വില സംവിധാനത്തിന് സോഷ്യലിസ്റ്റ് സമ്പദ് വ്യവസ്ഥയിൽ പ്രാധാന്യമില്ല. ഓക്കെ, ഓൾറെഡി വില നിശ്ചയിക്കുന്നു. വില എന്ന് പറയുന്നത് ഫിക്സ്ഡ് ആണ്, അതിൽ വലിയ ചേഞ്ച് ഒന്നും വരുന്നില്ല. അതുകൊണ്ട് തന്നെ വില സംവിധാനത്തിൽ സോഷ്യലിസ്റ്റ് സമ്പദ് വ്യവസ്ഥയിൽ എന്തില്ല? പ്രാധാന്യമില്ല. സോഷ്യലിസ്റ്റ് സമ്പദ് വ്യവസ്ഥയും പ്രശ്നങ്ങളിൽ നിന്നും മുക്തമല്ല. കാരണം എന്താണ്? എല്ലാ മേഖലകളിലും മുതൽ മുടക്കാനുള്ള സാമ്പത്തിക ശേഷി പൊതുമേഖലയ്ക്ക് കുറവായിരിക്കും, അല്ലെ? എല്ലാ മേഖലയും പൊതു ഉടമസ്ഥതയിലാവണമെങ്കിൽ അതിന് മുതൽ മുടക്കാനുള്ള സാമ്പത്തിക ശേഷി പൊതുമേഖലയ്ക്ക് വേണ്ടേ? അപ്പോൾ ഇത് സാമ്പത്തിക വളർച്ചയെ പ്രതികൂലമായി ബാധിക്കും. സ്വകാര്യ സ്വത്തവകാശവും പാരമ്പര്യ സ്വത്ത് കൈമാറ്റ രീതിയും ഇല്ലാത്ത സാഹചര്യത്തിൽ ആളുകൾ കൂടുതൽ അധ്വാനിക്കാനുള്ള താല്പര്യം കാണിക്കണമെന്നില്ല, അല്ലെ? നമ്മുടെ സ്വന്തമാണ്, നമുക്ക് സ്വന്തമായിട്ട് പണം ഉണ്ടാക്കണം എന്നുള്ളൊരു ധാരണ വരുമ്പോഴാണ് കൂടുതൽ ആളുകൾ എന്ത് ചെയ്യുക? അധ്വാനിക്കുക, അല്ലെ? അപ്പോൾ അതൊരു കാര്യം. സ്വകാര്യ സ്വത്തവകാശവും പാരമ്പര്യ സ്വത്ത് കൈമാറ്റ രീതിയും ഒന്നും ഇല്ലാത്തത് കൊണ്ട് അധ്വാനിക്കാനുള്ള കഴിവ്
ആളുകൾ താല്പര്യം കാണിക്കുന്നില്ല. കമ്പോളത്തിൽ ഉപഭോക്താവിന് ഉൽപ്പന്നങ്ങൾ തിരഞ്ഞെടുക്കുവാനുള്ള സ്വാതന്ത്ര്യം കുറവായിരിക്കും. മുതലാളിത്ത സമ്പദ് വ്യവസ്ഥയിൽ എന്തായിരുന്നു, പൈസയുള്ളവന് അവർക്ക് ഇഷ്ടമുള്ള ഉൽപ്പന്നം പൈസ കൊടുത്ത് വാങ്ങിക്കാനുള്ളൊരു അധികാരമുണ്ട് അല്ലേ. പക്ഷെ ഇവിടെ വരുമ്പോൾ ഉപഭോക്താവിന് ഉൽപ്പന്നങ്ങൾ തിരഞ്ഞെടുക്കുവാനുള്ള സ്വാതന്ത്ര്യം കുറവായിരിക്കും. അവർ ഉൽപ്പാദിപ്പിക്കുന്ന എത്രയാണോ പ്രോഡക്റ്റ് ഉള്ളത് അത് മാത്രമേ കിട്ടുള്ളൂ. ഉൽപ്പന്നങ്ങൾ തിരഞ്ഞെടുക്കുവാനുള്ള സ്വാതന്ത്ര്യം ഉപഭോക്താവിന് കുറവായിരിക്കും എന്നുള്ളതാണ് സോഷ്യലിസ്റ്റ് സമ്പദ് വ്യവസ്ഥയുടെ പോരായ്മകൾ എന്ന് പറയുന്നത്. ഓക്കെ, ഇത്രയും കിട്ടിയല്ലോ. ഇനി മിശ്ര സമ്പദ് വ്യവസ്ഥ എന്താണ് എന്നുള്ളതാണ്. മുതലാളിത്ത സമ്പദ് വ്യവസ്ഥയുടെയും സോഷ്യലിസ്റ്റ് സമ്പദ് വ്യവസ്ഥയുടെയും ചില സവിശേഷതകൾ ചേർന്നതാണ് മിശ്ര സമ്പദ് വ്യവസ്ഥ. മിക്സ്ഡ് ആണ്. മുതലാളിത്തത്തിന്റെയും സോഷ്യലിസ്റ്റ് സമ്പദ് വ്യവസ്ഥയുടെയും മിശ്രിതമാണ് മിശ്ര സമ്പദ് വ്യവസ്ഥ. മിശ്ര സാമ്പത്തിക ക്രമം നിലനിൽക്കുന്ന രാജ്യമാണ് ഇന്ത്യ. ഓക്കെ, നമ്മുടെ രാജ്യം സ്വീകരിച്ചത് ഏതാണ്, മിക്സ്ഡ് എക്കണോമിയാണ്, മിശ്ര സമ്പദ് വ്യവസ്ഥയാണ്. ഈ സമ്പദ് വ്യവസ്ഥയുടെ സവിശേഷതകൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ് കൊടുത്തിട്ടുള്ളത്. പൊതുമേഖലയും സ്വകാര്യ മേഖലയും നിലനിൽക്കുന്നു അല്ലെ, രണ്ടും ഉണ്ട്. ഗവൺമെന്റ് സെക്ടറും ഉണ്ട്, പ്രൈവറ്റ് സെക്ടറും ഉണ്ട്. അതുപോലെ തന്നെ ആസൂത്രണത്തിൽ അധിഷ്ഠിതമായി പ്രവർത്തിക്കുന്നു. ഓക്കെ, ദെൻ ക്ഷേമ പ്രവർത്തനങ്ങൾക്ക് പ്രാധാന്യം നൽകുന്നു. സ്വകാര്യ സ്വത്തവകാശത്തിനുള്ള സ്വാതന്ത്ര്യവും സാമ്പത്തിക നിയന്ത്രണവും ഒരുപോലെ നിൽക്കുന്നു. അപ്പോൾ മുതലാളിത്തത്തിൻ്റെയും സോഷ്യലിസത്തിൻ്റെയും രണ്ടിൻ്റെയും കമ്പൈൻ ചെയ്തിട്ടുള്ള മിക്സ്ഡ് ആയിട്ടുള്ള ഒരു എക്കണോമിയാണ് മിശ്ര സമ്പദ് വ്യവസ്ഥ എന്ന് പറയുന്നത്. പൊതുമേഖലയും സ്വകാര്യ മേഖലയും നിലനിൽക്കുന്നുണ്ട്, ആസൂത്രണത്തിൽ അധിഷ്ഠിതമായി പ്രവർത്തിക്കുന്നുണ്ട്, ക്ഷേമ പ്രവർത്തനങ്ങൾക്ക് പ്രാധാന്യം നൽകുന്നു, സ്വകാര്യ സ്വത്തവകാശത്തിനുള്ള സ്വാതന്ത്ര്യവും സാമ്പത്തിക നിയന്ത്രണവും ഒരുപോലെ നിലനിൽക്കുന്നു. ഇന്ന് ലോകത്ത് മുതലാളിത്ത സമ്പദ് വ്യവസ്ഥയും സോഷ്യലിസ്റ്റ് സമ്പദ് വ്യവസ്ഥയും പൂർണ്ണമായ അർത്ഥത്തിൽ കാണാൻ കഴിയില്ല. യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക, യുണൈറ്റഡ് കിങ്ഡം തുടങ്ങിയ മുതലാളിത്ത രാജ്യങ്ങൾ സർക്കാർ നിയന്ത്രണങ്ങളോടെയാണ് പ്രവർത്തിക്കുന്നത്. ഓക്കെ, യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക, യുണൈറ്റഡ് കിങ്ഡം തുടങ്ങിയ മുതലാളിത്ത രാജ്യങ്ങൾ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്, സർക്കാർ നിയന്ത്രണങ്ങളോടെയാണ് പ്രവർത്തിക്കുന്നത്. സോഷ്യലിസ്റ്റ് രാജ്യങ്ങളായിട്ട് കണക്കാക്കുന്ന ക്യൂബയും ചൈനയും സ്വകാര്യ സ്വത്തവകാശവും സ്വതന്ത്ര കമ്പോളവും അനുവദിച്ചിട്ടുണ്ട്. അതായത് രാജ്യങ്ങളുടെ സാമ്പത്തിക നയങ്ങളിൽ പലതരത്തിലുള്ള മാറ്റങ്ങൾ കൊണ്ടുവന്നു. ഓക്കെ, സോഷ്യലിസ്റ്റ് രാഷ്ട്രമായിട്ടുള്ള ക്യൂബയും ചൈനയും അവിടെ ഇപ്പോൾ ഒരു സ്വതന്ത്രമായിട്ടുള്ള കമ്പോളവും സ്വകാര്യ സ്വത്തവകാശവും അനുവദിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ മുതലാളിത്ത സമ്പദ് വ്യവസ്ഥയായിരുന്നുള്ള അമേരിക്ക, യുണൈറ്റഡ് കിങ്ഡം തുടങ്ങിയ രാജ്യങ്ങളിൽ സർക്കാർ നിയന്ത്രണങ്ങളിലൂടെ പ്രവർത്തിക്കാനായിട്ട് തുടങ്ങി. സാമ്പത്തിക നയങ്ങൾക്കൊക്കെ മാറ്റങ്ങൾ വന്നു എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ മാറുന്ന സാമ്പത്തിക നയം അടുത്തത് പഠിക്കാനുള്ളത് നോക്കുക. സാമ്പത്തിക വളർച്ച ലക്ഷ്യമാക്കി പൊതുവെ എല്ലാ രാജ്യങ്ങളും സ്വകാര്യ സംരംഭങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്ന രീതിയാണ് ഇപ്പോൾ സ്വീകരിച്ചിരിക്കുന്നത്. സ്വകാര്യ സംരംഭകരെ ക്ഷണിക്കാനും വിദേശ നിക്ഷേപകരെ ആകർഷിക്കുവാനും സർക്കാരുകൾ തയ്യാറാകുന്നു. ഇത്തരം സാമ്പത്തിക നയങ്ങളുടെ ഫലമായിട്ട് രാജ്യങ്ങളുടെ അതിർത്തികൾ ഭേദിച്ചുകൊണ്ട് മൂലധനത്തിൻ്റെയും സാധന സേവനങ്ങളുടെയും സാങ്കേതിക പരിജ്ഞാനത്തിൻ്റെയും കുത്തൊഴുക്കുണ്ടായി. പുതിയതും വൈവിധ്യമാർന്നതുമായിട്ടുള്ള ഉൽപ്പന്നങ്ങൾ ധാരാളമായി വിപണിയിലെത്തുന്നു. ഉദാഹരണത്തിന് ചുരുക്കം ചില മോഡലുകൾ മാത്രമുണ്ടായിരുന്ന ഇന്ത്യൻ കാർ വിപണിയിൽ ഇന്ന് വിവിധ കമ്പനികളുടെ അനേകം മോഡലുകൾ കാണാനായിട്ട് കഴിയും. അപ്പോൾ നമുക്കിതൊക്കെ അറിയുന്നതാണ്. ശക്തമായ പൊതുമേഖലയും നിയന്ത്രണ വിധേയമായിട്ടുള്ള വിദേശ വ്യാപാരവും നിലനിർത്തിയിരുന്ന ഇന്ത്യയിലും സാമ്പത്തിക നയങ്ങളിൽ മാറ്റമുണ്ടായി. കൂടുതൽ വിദേശ മൂലധനം ആകർഷിക്കുവാനും വിദേശ വ്യാപാരം ശക്തിപ്പെടുത്തുവാനുള്ള ശ്രമങ്ങളുണ്ടായി. 1991 ആരംഭിച്ച ഈ നയം മാറ്റത്തിൻ്റെ കാതൽ ഉദാരവൽക്കരണം, സ്വകാര്യവൽക്കരണം, ആഗോളവൽക്കരണം എന്നിവയാണ്. ഓക്കെ, അപ്പോൾ 1991 വന്ന പുത്തൻ സാമ്പത്തിക നയത്തിനെ കുറിച്ചാണ് പറയുന്നത്. കൊണ്ടുവന്ന പോളിസി എന്തായിരുന്നു? LPG പോളിസി ആയിരുന്നു. ലിബറലൈസേഷൻ, പ്രൈവറ്റൈസേഷൻ ആൻഡ് ഗ്ലോബലൈസേഷൻ. ഉദാരവൽക്കരണം, സ്വകാര്യവൽക്കരണം, ആഗോളവൽക്കരണം എന്നീ നയങ്ങളാണ് കൊണ്ടുവന്നത്. അപ്പോൾ അതിൽ ഓരോ നയങ്ങൾ നോക്കാം. ഉദാരവൽക്കരണം ആദ്യം പറയുന്നത്, രാഷ്ട്രത്തിൻ്റെ സാമ്പത്തിക പ്രവർത്തനങ്ങളിലുള്ള സർക്കാർ നിയന്ത്രണങ്ങളും സ്വാധീനവും പരിമിതപ്പെടുത്തലാണ് ഉദാരവൽക്കരണം. ഓക്കെ, രാഷ്ട്രത്തിൻ്റെ സാമ്പത്തിക പ്രവർത്തനങ്ങളിലുള്ള സർക്കാർ നിയന്ത്രണങ്ങളുടെ സ്വാധീനം. അപ്പോൾ ഏതൊരു സെക്ടർ എടുത്തു കഴിഞ്ഞാലും അവിടെ ഗവൺമെൻറ്റിൻ്റെ ഒരു കൺട്രോൾ ഉണ്ടാവും എന്ന് പറഞ്ഞല്ലേ. അപ്പോൾ ആ ഒരു കൺട്രോൾ, ഗവൺമെൻറ്റിൻ്റെ കൺട്രോൾ എടുത്തു മാറ്റുക, ഓക്കെ, സർക്കാർ നിയന്ത്രണം എടുത്തു മാറ്റുക എന്നുള്ളതാണ് ഉദാരവൽക്കരണം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഉദാരവൽക്കരണ നടപടികൾക്ക് 1985 തുടക്കം കുറിക്കുന്നത്. ഓക്കെ, 1985 തുടക്കം കുറിച്ചിരിക്കുന്നു. ചുവടെ സൂചിപ്പിക്കുന്ന മാറ്റങ്ങൾ ഉദാരവൽക്കരണത്തിന്റെ ഫലമായിട്ട് നടപ്പിലാക്കി. ഇപ്പോൾ ഉദാരവൽക്കരണത്തിന്റെ ഫലമായിട്ട് ഉണ്ടായ മാറ്റങ്ങൾ എന്തൊക്കെയാണ്? ഒന്ന്, വ്യവസായങ്ങൾ തുടങ്ങാനുള്ള നിയന്ത്രണങ്ങൾ ലഘൂകരിച്ചു. ഓക്കെ, വ്യവസായങ്ങൾ തുടങ്ങാനുള്ള നിയന്ത്രണങ്ങൾ ലഘൂകരിച്ചു. അതായത് ലൈസൻസ് ഒക്കെ
എടുക്കണം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ വേണ്ടാതെ ഒഴിവാക്കി. ഓക്കെ, വ്യവസായങ്ങൾ തുടങ്ങാനുള്ള നിയന്ത്രണങ്ങൾ ലഘൂകരിച്ചു. ഇറക്കുമതി ചുങ്കവും നികുതികളും കുറച്ചു. ഓക്കെ, എന്തെങ്കിലും ഒരു സാധനം ഇറക്കുമതി ചെയ്യണമെങ്കിൽ അവർക്ക് എന്താണ്, നികുതി അടയ്ക്കണം. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിർത്തി, ദെൻ കുറച്ചു. പിന്നെ വിദേശ വിനിമയ ചട്ടങ്ങളിൽ മാറ്റം വരുത്തി. കമ്പോള നിയന്ത്രണങ്ങൾ പിൻവലിച്ചു. കൂടുതൽ മേഖലകളിൽ വിദേശ നിക്ഷേപം അനുവദിച്ചു. അടിസ്ഥാന സൗകര്യ വികസനം, അടിസ്ഥാന വ്യവസായങ്ങൾ എന്നിവയിലെ സർക്കാർ പങ്കാളിത്തം കുറച്ചു. അപ്പോൾ ഇതെല്ലാം ഉദാരവൽക്കരണത്തിന്റെ ഫലമായിട്ടുണ്ടായ മാറ്റങ്ങളാണ്. എന്തൊക്കെയാണ്? വ്യവസായങ്ങൾ തുടങ്ങാനുള്ള നിയന്ത്രണങ്ങൾ ലഘൂകരിച്ചു, ഇറക്കുമതി ചുങ്കവും നികുതികളും കുറച്ചു, വിദേശ വിനിമയ ചട്ടങ്ങളിൽ മാറ്റങ്ങൾ വരുത്തി, കമ്പോള നിയന്ത്രണങ്ങൾ പിൻവലിച്ചു, കൂടുതൽ മേഖലകളിൽ വിദേശ നിക്ഷേപം അനുവദിച്ചു, അടിസ്ഥാന സൗകര്യ വികസനം, അടിസ്ഥാന വ്യവസായങ്ങൾ എന്നിവയിലെ സർക്കാർ പങ്കാളിത്തം കുറച്ചു. മാത്രമല്ല, ഉദാരവൽക്കരണത്തിന്റെ ഭാഗമായി ചില മേഖലകളിൽ സർക്കാർ ഇടപെടലുകൾ കുറഞ്ഞു. അതോടെ സ്വകാര്യ മേഖലയുടെ പ്രാധാന്യം വർദ്ധിച്ചു. അടുത്തത് വിദേശ നാണയ പ്രതിസന്ധി. നോക്കുക, ഓരോ രാജ്യത്തിനും വിദേശ നാണയത്തിന്റെ കരുതൽ ശേഖരം ഉണ്ടാകാറുണ്ട് അല്ലെ? ഓരോ രാജ്യത്തിനും വിദേശ നാണയത്തിന്റെ കരുതൽ ശേഖരം ഉണ്ടാവാറുണ്ട്. അന്താരാഷ്ട്ര വാണിജ്യത്തിന് ഉപയോഗിക്കാനായിട്ട് അമേരിക്കൻ ഡോളർ, യൂറോപ്യൻ പൗണ്ട് മുതലായ നാണയങ്ങളാണ് കരുതൽ ശേഖരത്തിൽ പ്രധാനമായും ഉണ്ടാവുക. സാധാരണയായി ഏകദേശം 10 to 12 ആഴ്ചത്തെ വിദേശ വ്യാപാരത്തിന് വേണ്ട വിദേശ നാണയം കരുതൽ ശേഖരത്തിൽ ഉണ്ടാവേണ്ടതാണ്. എന്നാൽ 1991 കഷ്ടിച്ച് 2 ആഴ്ചയ്ക്ക് ആവശ്യത്തിനുള്ള വിദേശ നാണയം മാത്രമേ ഇന്ത്യയുടെ പക്കൽ ഉണ്ടായിരുന്നുള്ളൂ. കൂടുതൽ വിദേശ വായ്പ സ്വീകരിക്കുക, വിദേശ മൂലധനം ആകർഷിക്കുക, വിദേശ വ്യാപാരം ശക്തിപ്പെടുത്തുക എന്നീ മാർഗങ്ങളിലൂടെ ഈ പ്രതിസന്ധി മറികടക്കാനാണ് സർക്കാർ ശ്രമിച്ചത്. ഓക്കെ, അപ്പോൾ അതാണ് വിദേശ നാണയ പ്രതിസന്ധി എന്ന് പറയുന്നത്. അതായത് 1991 കഷ്ടിച്ച് ഉണ്ടായിരുന്ന വിദേശ നാണ്യ ശേഖരം എന്ന് പറയുന്നത് നമുക്ക് 2 ആഴ്ചത്തെ ആവശ്യത്തിന് ഇറക്കുമതി ചെയ്യാനുള്ള അത്രയും കാശ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഓക്കെ, അപ്പോൾ ഇതിനെക്കുറിച്ച് നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് +1 എക്കണോമിക്സിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ക്ലാസ് നിങ്ങൾ കണ്ടു നോക്കുക കേട്ടോ, തീർച്ചയായിട്ടും കണ്ടു നോക്കുക, വളരെയധികം യൂസ്ഫുൾ ആവുന്നൊരു ക്ലാസ്സാണ്. അടുത്തത് സ്വകാര്യവൽക്കരണം. ഇന്ത്യയിൽ 1991 ശേഷം നിരവധി പൊതുമേഖലാ സ്ഥാപനങ്ങൾ സ്വകാര്യവൽക്കരിച്ചു. മാരുതി ഉദ്യോഗ് ലിമിറ്റഡ്, മോഡേൺ ഫുഡ് ഇൻഡസ്ട്രീസ് ലിമിറ്റഡ് എന്നിവ സ്വകാര്യവൽക്കരിച്ച സ്ഥാപനങ്ങൾക്ക് ഉദാഹരണമാണ്. ഏതൊക്കെയാണ്? മാരുതി ഉദ്യോഗ് ലിമിറ്റഡ്, മോഡേൺ ഫുഡ് ഇൻഡസ്ട്രീസ് ലിമിറ്റഡ്. അപ്പോൾ പല പൊതുമേഖലാ സ്ഥാപനങ്ങളുടെയും ഓഹരി വിപണിയിലൂടെ വിറ്റഴിച്ചു. പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ സ്വകാര്യവൽക്കരണവും അവയുടെ ഓഹരി വിപണനവും കൈകാര്യം ചെയ്യുന്നത് കേന്ദ്ര സർക്കാരിൻ്റെ ധനകാര്യ മന്ത്രാലയത്തിന് കീഴിൽ പ്രവർത്തിക്കുന്ന ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ഡിസ്ഇൻവെസ്റ്റ്മെൻ്റ് ആണ്. അതായത് ഓഹരി വിപണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൊതുമേഖലാ സ്ഥാപനങ്ങളിലില്ലേ, ഇപ്പോൾ നമ്മൾ ഈ +1 എക്കണോമിക്സിൽ ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് ഇപ്പോൾ നമുക്കറിയാം, ഇപ്പോൾ 100 കോടി എന്താണ് ആസ്തിയുള്ള ഒരു പൊതുമേഖലാ സ്ഥാപനമാണെന്ന് വിചാരിക്കുക. അപ്പോൾ അതിന് നമ്മൾ പല പാർട്ടാക്കിയിട്ട്, അതായത് 20 കോടിയുടെ ഒരു ഭാഗം, 20 കോടിയുടെ ഒരു ഭാഗം, അങ്ങനെ 5 ഭാഗങ്ങളായിട്ട് ഈ 100 കോടീനെ നമ്മൾ ഡിവൈഡ് ചെയ്തെങ്കിൽ അതിലെ ഒരു ഭാഗം, 20 കോടിയുടെ ഒരു ഭാഗം നമ്മൾ എന്ത് ചെയ്യുന്നു? പ്രൈവറ്റ് സെക്ടറിന് വിൽക്കുന്നു. ഓക്കെ, അപ്പോൾ ആ ഒരു ഭാഗം പ്രൈവറ്റ് സെക്ടറിന് വിൽക്കുന്നു. ഇങ്ങനെ ഓഹരികളായിട്ട് ഷെയർ ഇട്ടിട്ട്, ഈക്വലായിട്ട് ഷെയർ ഇട്ടിട്ട് അതിലൊരു ഷെയർ നമ്മൾ പ്രൈവറ്റ് സെക്ടറിന് വിൽക്കുകയാണ്, സ്വകാര്യ വ്യക്തികൾക്ക് വിൽക്കുകയാണ്. അങ്ങനെ ചെയ്യുന്നതിനെയാണ് ഓഹരി വിപണനം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഓഹരികൾ വിപണിയിലൂടെ വിറ്റഴിച്ചു. പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ സ്വകാര്യവൽക്കരണവും അവയുടെ ഓഹരി വിപണനവും കൈകാര്യം ചെയ്യുന്നത് കേന്ദ്ര സർക്കാരിൻ്റെയും ധനകാര്യ മന്ത്രാലയത്തിൻ്റെയും കീഴിൽ പ്രവർത്തിക്കുന്ന ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ഡിസ്ഇൻവെസ്റ്റ്മെൻ്റ് ആണ്. അപ്പോൾ ഈ ഓഹരി വിപണനം കൈകാര്യം ചെയ്യുന്നത് ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ഡിസ്ഇൻവെസ്റ്റ്മെൻ്റ് ആണ് എന്നുള്ളത് ഓർത്തിരിക്കുക. ഓക്കെ, അപ്പോൾ സർക്കാരിന് മാത്രം പങ്കാളിത്തമുണ്ടായിരുന്ന പല മേഖലകളിലും സ്വകാര്യ മേഖലയ്ക്ക് പ്രവർത്തനാനുമതി നൽകിയിട്ടുണ്ട്. റോഡ്, വൈദ്യുതി, വാർത്താവിനിമയം, അടിസ്ഥാന സൗകര്യങ്ങൾ, അടിസ്ഥാന വ്യവസായങ്ങൾ എന്നിവയിലൊക്കെ ഇന്ന് സ്വകാര്യ മേഖല സജീവമാണ്. ബോട്ട്, PPP എന്നീ രീതികളിൽ സ്വകാര്യ മേഖലയുടെ പ്രവർത്തനങ്ങൾ കാണാവുന്നതാണ്. പല പുതിയ മേഖലകളും കമ്പോളത്തിന്റെ പരിധിയിലേക്ക് വന്നതോടെ സ്വകാര്യവൽക്കരണം ശക്തിപ്പെട്ടു. അപ്പോൾ എന്താണ് ബോട്ട്, എന്താണ് PPP എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. ഇപ്പോൾ ബിൽഡ്, ഓപ്പറേറ്റ് ആൻഡ് ട്രാൻസ്ഫർ, അതാണ് ബോട്ട് എന്ന് പറയുന്നത്. അതായത് റോഡ്, പാലം മുതലായവ സ്വകാര്യ സംരംഭകർ നിർമ്മിക്കുകയും മുതൽ മുടക്ക് ടോൾ പിരിവിലൂടെ തിരിച്ചുപിടിക്കുകയും പിന്നീട് അവ സർക്കാരിന് കൈമാറുകയും ചെയ്യുന്നതാണ് ബോട്ട്, ബിൽഡ്, ഓപ്പറേറ്റ് ആൻഡ് ട്രാൻസ്ഫർ എന്ന് പറയുന്നത്. ഓക്കെ, റോഡ്, പാലം മുതലായവ എന്ത് ചെയ്യുന്നു? സ്വകാര്യ സംരംഭകർ നിർമ്മിക്കുന്നു. മുതൽ മുടക്ക് എന്ത് ചെയ്യുന്നു? ടോൾ പിരിവിലൂടെ തിരിച്ചുപിടിക്കുന്നു, പിന്നീട് അത് സർക്കാരിന് കൈമാറുന്നു. ഇതാണ് ബോട്ട് എന്ന് പറയുന്നത്. PPP എന്ന് പറയുന്നത് എന്താണ്? പബ്ലിക് പ്രൈവറ്റ് പാർട്ട്ണർഷിപ്പ്. അതായത് ചില സംരംഭങ്ങൾ സർക്കാരും സ്വകാര്യ സംരംഭകരും സംയുക്തമായി ആരംഭിക്കുന്നു. മുതൽ
മുതൽ മുടക്കിനനുസരിച്ച് ലാഭം പങ്കുവയ്ക്കുന്നു. കൊച്ചി രാജ്യാന്തര വിമാനത്താവളം എന്തിന് എക്സാമ്പിളാണ്? PPP, പബ്ലിക് പ്രൈവറ്റ് പാർട്ട്ണർഷിപ്പിന് എക്സാമ്പിളാണ് കൊച്ചി രാജ്യാന്തര വിമാനത്താവളം. ഓക്കെ, അപ്പോൾ ഇവിടെ സ്വകാര്യവൽക്കരണം നടത്തുന്നത് ഓഹരി വിപണിയിലൂടെയാണ്. ഓഹരി വിപണി എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു വലിയൊരു ഇതുള്ള ആസ്തിയുള്ള ഒരു ബിസിനസ്സാണ്. പൊതുമേഖലാ സ്ഥാപനമാണെങ്കിൽ അതിനെ പല ഈക്വൽ ഷെയർ ആയിട്ടുള്ള പല ഭാഗങ്ങളായിട്ട് തിരിക്കുന്നു. അതിലൊരു ഷെയർ എന്ത് ചെയ്യുന്നു? പ്രൈവറ്റ് സെക്ടറിനെ വിൽക്കുന്നു. അപ്പോൾ ആ ഒരു ഭാഗം സ്വകാര്യവൽക്കരിച്ചു എന്നുള്ള രീതിയിൽ. അത് ഏതിലൂടെയാണ് പ്രവർത്തിക്കുന്നത്? ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഡിസ്ഇൻവെസ്റ്റ്മെന്റ് ആണ് ഇതിൻ്റെ പ്രവർത്തിക്കുന്നത്. ഓക്കെ, അപ്പോൾ അത് ഓർത്തിരിക്കുക. ഇതിനെക്കുറിച്ച് കൂടുതലായിട്ട് അറിയാനായിട്ട് നിങ്ങൾ +1 എക്കണോമിക്സ് ക്ലാസ് തീർച്ചയായിട്ടും ഒന്ന് കണ്ടിരിക്കുക കേട്ടോ. അടുത്തത് ആഗോളവൽക്കരണമാണ്. നോക്കുക, ആഗോളവൽക്കരണം ഉദാരവൽക്കരണത്തിന്റെ ഭാഗമായി വിദേശ മൂലധന നിക്ഷേപം നടത്തുന്നതിനുള്ള നിയന്ത്രണങ്ങൾ മാറ്റിയതോടുകൂടി കൂടുതൽ മൂലധന നിക്ഷേപം നടത്താൻ വിദേശ സംരംഭകർ തയ്യാറായി. അതിൻ്റെ ഫലമായി ആഗോളതലത്തിൽ മൂലധന പ്രവാഹം ശക്തിപ്പെട്ടു. ഓക്കെ, ഉദാരവൽക്കരണത്തിന്റെ ഭാഗമായിട്ട് എന്ത് ചെയ്തു? നമ്മൾ പറഞ്ഞു ഗവൺമെന്റിന്റെ കൺട്രോളൊക്കെ എടുത്തു മാറ്റി വിദേശ മൂലധന നിക്ഷേപം നടത്തുന്നതിനുള്ള നിയന്ത്രണങ്ങളൊക്കെ എടുത്തു മാറ്റി കൂടുതൽ മൂലധന നിക്ഷേപം നടത്താൻ വിദേശ സംരംഭകർ തയ്യാറായി എന്നൊക്കെ പറഞ്ഞു അല്ലേ. അപ്പം അങ്ങനെ വിദേശ രാജ്യങ്ങളിൽ നിന്നും മൂലധന പ്രവാഹം എന്ത് ചെയ്തു? ശക്തിപ്പെട്ടു. ഇറക്കുമതി ചുങ്കവും നികുതികളും കുറച്ചുകൊണ്ട് രാജ്യങ്ങൾ തമ്മിലുണ്ടാക്കിയിട്ടുള്ള സ്വതന്ത്ര വ്യാപാര കരാറുകൾ കയറ്റുമതിയും ഇറക്കുമതിയും സുഗമമാക്കി അല്ലേ. നമ്മൾ ഇറക്കുമതി ചെയ്യുമ്പോൾ കൊടുക്കേണ്ട നികുതികളൊക്കെ എടുത്തു മാറ്റി അല്ലെങ്കിൽ കുറച്ചു എന്ന് പറഞ്ഞു. അപ്പം അങ്ങനെ ഇറക്കുമതി ചുങ്കവും നികുതിയെല്ലാം കുറച്ചതുകൊണ്ട് തന്നെ സ്വതന്ത്ര വ്യാപാര കരാറുകൾ ഉണ്ടായി. കയറ്റുമതിയും ഇറക്കുമതിയും സുഗമമാക്കി. ആഗോളതലത്തിൽ തൊഴിലാളികളുടെ പ്രവാഹവും സാങ്കേതിക വിദ്യയുടെ കൈമാറ്റവും വർദ്ധിച്ചു അല്ലേ. ആഗോളതലത്തിൽ തൊഴിലാളികളുടെ പ്രവാഹമുണ്ടായി, സാങ്കേതിക വിദ്യയുടെ കൈമാറ്റം വർദ്ധിച്ചു. അതോടൊപ്പം തന്നെ എല്ലാ രാജ്യങ്ങളിലെയും ഉൽപ്പന്നങ്ങളും സേവനങ്ങളും എല്ലാ കമ്പോളങ്ങളിലും ലഭ്യമായി അല്ലെ. ഇറക്കുമതി ചെയ്യാനും കയറ്റുമതി ചെയ്യാനുമുള്ള നികുതികളും കാര്യങ്ങളൊക്കെ ഒഴിവാക്കി വിദേശ നാണ്യ ശേഖരം അല്ലെങ്കിൽ വിദേശ രാജ്യങ്ങളിൽ നിന്നുള്ള വരുമാനമൊക്കെ വരാനായിട്ട് തുടങ്ങി. മൂലധന നിക്ഷേപം വരാൻ തുടങ്ങി. അതുകൊണ്ട് തന്നെ വിവിധ തരം തൊഴിലാളികളും എല്ലാം തന്നെ ഒഴുകിയെത്താനായിട്ട് തുടങ്ങി. അപ്പോൾ എല്ലാ രാജ്യങ്ങളിലെയും ഉൽപ്പന്നങ്ങളും സേവനങ്ങളും എല്ലാ കമ്പോളങ്ങളിലും ലഭ്യമായി. ലോകം എന്തായി? ഒറ്റ കമ്പോളമായി മാറുന്ന അവസ്ഥ. ഓക്കെ, അപ്പോൾ കമ്പോള സൗഹൃദ സാമ്പത്തിക നയങ്ങൾ രാജ്യങ്ങൾ തമ്മിലുള്ള ബന്ധങ്ങൾ വളരാൻ ഇടയാക്കി. ലോകം എന്ന് പറയുന്നത് ഒരൊറ്റ കമ്പോളമായിട്ട് മാറുന്ന അവസ്ഥ. അതാണ് ആഗോളവൽക്കരണം എന്ന് പറയുന്നത്. രാജ്യത്തിന്റെ അതിർത്തികൾ കടന്നുള്ള മൂലധന പ്രവാഹം, തൊഴിലാളികളുടെ ഒഴുക്ക്, സാങ്കേതിക വിദ്യയുടെ കൈമാറ്റം, സാധനങ്ങളുടെയും സേവനങ്ങളുടെയും ഒഴുക്ക് എന്നിവ മൂലം രാജ്യങ്ങൾ തമ്മിലുണ്ടായിരുന്ന പരസ്പര സാമ്പത്തിക ഏകോപനവും ആശ്രയത്വമാണ് ആഗോളവൽക്കരണം എന്നറിയപ്പെടുന്നത്. ഓക്കെ, രാജ്യത്തിന്റെ അതിർത്തികൾ കടന്നുള്ള മൂലധന പ്രവാഹം, തൊഴിലാളികളുടെ ഒഴുക്ക്, സാങ്കേതിക വിദ്യയുടെ കൈമാറ്റം, സാധനങ്ങളുടെയും സേവനങ്ങളുടെയും ഒഴുക്ക് എന്നിവ മൂലം രാജ്യങ്ങൾ തമ്മിലുണ്ടായിട്ടുള്ള പരസ്പര സാമ്പത്തിക ഏകോപനം ആശ്രയത്വമാണ് എന്തറിയപ്പെടുന്നത്? ആഗോളവൽക്കരണം എന്ന് അറിയപ്പെടുന്നത്. 20ാം നൂറ്റാണ്ടിൻ്റെ അവസാന ദശകങ്ങളിൽ കമ്പ്യൂട്ടർ, ഇന്റർനെറ്റ്, മൊബൈൽ ഫോൺ എന്നീ രംഗങ്ങളിലുണ്ടായ വളർച്ച വാർത്താവിനിമയം എളുപ്പമാക്കി. കണ്ടെയ്നർ കപ്പലുകൾ, വിമാനങ്ങൾ, ബുള്ളറ്റ് ട്രെയിനുകൾ മുതലായവ ഗതാഗത രംഗത്തെ കുതിച്ചുചാട്ടത്തിന് കാരണമായി തീർന്നു. ഈ മാറ്റങ്ങൾ ആഗോളവൽക്കരണത്തെ സഹായിച്ചു. ആഗോളവൽക്കരണം ശക്തമായപ്പോഴും മൂലധന സാങ്കേതിക വിദ്യയും താരതമ്യേന കുറവായ പല വികസ്വര രാജ്യങ്ങൾക്കും അതിൻ്റെ ഗുണഫലങ്ങൾ അനുഭവിക്കാൻ കഴിഞ്ഞില്ല. അതുകൊണ്ട് അത്തരം രാജ്യങ്ങൾ വിദേശ മൂലധന നിക്ഷേപം ആകർഷിക്കുന്നതിന് വേണ്ടിയിട്ട് സർക്കാർ നിയന്ത്രണങ്ങൾ പരമാവധി കുറയ്ക്കാൻ തയ്യാറായി. അപ്പോൾ എന്താണ് വിദേശ മൂലധന നിക്ഷേപം എന്ന് പറഞ്ഞത് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഒരു രാജ്യത്തെ മൂലധനം മറ്റൊരു രാജ്യത്തെ കമ്പനികൾ, ഭൂമി, ഓഹരികൾ, ബോണ്ടുകൾ, ബാങ്ക് നിക്ഷേപങ്ങൾ തുടങ്ങിയവയിൽ നിക്ഷേപിക്കുന്നതിനെയാണ് എന്തെന്ന് പറയുന്നത്? വിദേശ മൂലധന നിക്ഷേപം എന്ന് പറയുന്നത്. ഓക്കെ, ഒരു രാജ്യത്തെ മൂലധനം മറ്റൊരു രാജ്യത്തെ കമ്പനികൾ, ഭൂമി, ഓഹരികൾ, ബോണ്ടുകൾ, ബാങ്ക് നിക്ഷേപങ്ങൾ തുടങ്ങിയവയിൽ നിക്ഷേപിക്കുന്നതിനെയാണ് വിദേശ മൂലധന നിക്ഷേപം എന്ന് പറയുന്നത്. അപ്പോൾ ഈ വിദേശ മൂലധന നിക്ഷേപം ആകർഷിക്കുന്നതിന് വേണ്ടി സർക്കാർ എന്ത് ചെയ്യാൻ തുടങ്ങി? നിയന്ത്രണങ്ങൾ പരമാവധി കുറയ്ക്കാനായിട്ട് തയ്യാറായി. അപ്പോൾ സർക്കാർ നിയന്ത്രണങ്ങളെ സമ്പൂർണ്ണമായി നിരാകരിക്കുന്ന പുത്തൻ സാമ്പത്തിക നയങ്ങളെ നവ ഉദാരവൽക്കരണം എന്നാണ് വിളിക്കുന്നത്. ഓക്കെ, അപ്പോൾ സർക്കാർ നിയന്ത്രണങ്ങൾ പരമാവധി കുറയ്ക്കാനായിട്ട് തയ്യാറായി. ഈ സർക്കാർ നിയന്ത്രണങ്ങളെ സമ്പൂർണ്ണമായി നിരാകരിക്കുന്ന പുത്തൻ സാമ്പത്തിക നയങ്ങളെയാണ് എന്ത് വിളിക്കുന്നത്? നവ ഉദാരവൽക്കരണം, നിയോ ലിബറലൈസേഷൻ എന്ന് വിളിക്കുന്നത്.
അന്താരാഷ്ട്ര ധനകാര്യ സ്ഥാപനങ്ങളായിട്ടുള്ള അന്താരാഷ്ട്ര നാണയനിധി IMF, ലോക ബാങ്ക്, വേൾഡ് ബാങ്ക് എന്നിവ ആഗോളവൽക്കരണ നയങ്ങൾ നടപ്പിലാക്കുന്നതിൽ വലിയ പങ്ക് വഹിക്കുന്നുണ്ട്. ലോക വ്യാപാര സംഘടനയുടെ ആവിർഭാവവും ബഹുരാഷ്ട്ര കമ്പനികളുടെ വളർച്ചയും ആഗോളവൽക്കരണത്തിന് ആക്കം കൂട്ടി. അപ്പോൾ ഇത്രയാണ് ആഗോളവൽക്കരണം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ എന്താണ് ഉദാരവൽക്കരണം, സ്വകാര്യവൽക്കരണം, ആഗോളവൽക്കരണം, ഇത് വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞു. അടുത്തത് ലോക വ്യാപാര സംഘടനയെക്കുറിച്ചാണ് പറയുന്നത്. രാജ്യങ്ങളുടെ കൂട്ടായ ചർച്ചകളിലൂടെ ലോക വ്യാപാര രംഗത്തെ നിയന്ത്രണങ്ങൾ പരമാവധി ഇല്ലാതാക്കാനുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ടായിരുന്നു. രാജ്യങ്ങളുടെ കൂട്ടായ ചർച്ചകളിലൂടെ ലോക വ്യാപാര രംഗത്തെ നിയന്ത്രണങ്ങൾ പരമാവധി ഇല്ലാതാക്കാനുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ടായിരുന്നു. 1995 ജനുവരി 1 ജനീവ ആസ്ഥാനമാക്കി ലോക വ്യാപാര സംഘടന നിലവിൽ വന്നതോടെ ആ ശ്രമങ്ങൾ ശക്തിപ്പെട്ടു. അപ്പോൾ WTO ലോക വ്യാപാര സംഘടന, വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ നിലവിൽ വന്നത് എപ്പോഴാണ്? 1995 1995 ജനുവരി 1 ജനുവരി 1 എന്ത് വരുന്നത്? ലോക വ്യാപാര സംഘടന നിലവിൽ വരുന്നത്. ആസ്ഥാനം എവിടെയാണ്? ജനീവയാണ്. ജനീവ ആസ്ഥാനമാക്കിയാണ് ലോക വ്യാപാര സംഘടന നിലവിൽ വരുന്നത്. ഈ സംഘടനയുടെ സ്ഥാപക രാജ്യങ്ങളിൽ ഒന്നാണ് ഇന്ത്യ. വേൾഡ് ട്രേഡ് ഓർഗനൈസേഷന്റെ സ്ഥാപക രാജ്യങ്ങളിൽ ഒരു രാജ്യമാണ് നമ്മുടെ ഇന്ത്യ. 2015 ഏപ്രിലിലെ കണക്കനുസരിച്ച് 161 രാജ്യങ്ങൾ ലോക വ്യാപാര സംഘടനയിൽ അംഗങ്ങളാണ്. 2015 ഏപ്രിലിലെ കണക്കനുസരിച്ച് 161 രാജ്യങ്ങൾ ലോക വ്യാപാര സംഘടനയിൽ അംഗങ്ങളാണ്. ലോക വ്യാപാര സംഘടന നിലവിൽ വന്നത് ആഗോള വ്യാപാര രംഗത്തെ നിയന്ത്രണങ്ങൾ ഇല്ലാതാക്കി. ഈ സംഘടനയിലൂടെ രൂപപ്പെട്ട സ്വതന്ത്ര വ്യാപാര കരാറുകൾ, അതിൻ്റെ പ്രധാന നിർദ്ദേശങ്ങൾ ഇവയാണ്. അപ്പോൾ WTO വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ എന്ന് പറയുന്ന സംഘടനയിലൂടെ രൂപപ്പെട്ട സ്വതന്ത്ര വ്യാപാര കരാറുകളിലെ പ്രധാനപ്പെട്ട നിർദ്ദേശങ്ങൾ എന്തൊക്കെയാണ്? 1. ഇറക്കുമതി തീരുവ ഘട്ടം ഘട്ടമായിട്ട് കുറയ്ക്കുക. ഒരു സാധനം നമ്മൾ ഒരു രാജ്യത്ത് നിന്ന് ഇറക്കുമതി ചെയ്യണമെങ്കിൽ അതിന് തീരുവ, അതായത് നികുതി നൽകണം എന്നുള്ളതുണ്ട്. അപ്പോൾ അത് ഇറക്കുമതി തീരുവ എന്ത് ചെയ്യുക? ഘട്ടം ഘട്ടമായിട്ട് കുറയ്ക്കുക. സബ്സിഡികൾ കുറയ്ക്കുക. സബ്സിഡി എന്താ നമ്മൾ പഠിച്ചതാണ് അല്ലേ? സബ്സിഡികൾ കുറയ്ക്കുക. പേറ്റന്റ് നിയമങ്ങൾ പരിഷ്കരിക്കുക. സേവന രംഗങ്ങളായിട്ടുള്ള മാധ്യമങ്ങൾ, ടെലിവിഷൻ, ബാങ്കിങ്, ഇൻഷുറൻസ് തുടങ്ങിയ മേഖലകളിലും വിദേശ നിക്ഷേപം അനുവദിക്കുക. ആഭ്യന്തര നിക്ഷേപങ്ങൾക്ക് നൽകുന്ന പരിഗണന വിദേശ നിക്ഷേപങ്ങൾക്കും നൽകുക. അപ്പോൾ ഈ നയങ്ങളെല്ലാം തന്നെ ഉദാരവൽക്കരണത്തെയും ആഗോളവൽക്കരണത്തെയും ശക്തിപ്പെടുത്തുകയാണ് ചെയ്തത്. അപ്പോൾ നമ്മൾ ഇവിടെ പറഞ്ഞിട്ടുള്ള ലോക ബാങ്കും അന്താരാഷ്ട്ര നാണയനിധിയെക്കുറിച്ച് കൊടുത്തിട്ടുണ്ട്. നോക്കുക. 1944 ബ്രെട്ടൺ വുഡ്സ് സമ്മേളനത്തിന്റെ തീരുമാനപ്രകാരമാണ് ലോക ബാങ്കും അന്താരാഷ്ട്ര നാണയനിധിയും നിലവിൽ വന്നത്. അപ്പോൾ ലോക ബാങ്കും അന്താരാഷ്ട്ര നാണയനിധിയും നിലവിൽ വന്നത് ഏതിന്റെ തീരുമാനപ്രകാരമാണ്? 1944 ബ്രെട്ടൺ വുഡ്സ് സമ്മേളനത്തിന്റെ തീരുമാനപ്രകാരമാണ്. 1944 ബ്രെട്ടൺ വുഡ്സ് സമ്മേളനത്തിന്റെ തീരുമാനപ്രകാരമാണ് ലോക ബാങ്കും അന്താരാഷ്ട്ര നാണയനിധിയും നിലവിൽ വരുന്നത്. വാഷിംഗ്ടൺ ആണ് ആസ്ഥാനം. ലോക ബാങ്കിന്റെയും അന്താരാഷ്ട്ര നാണയനിധിയുടെയും ആസ്ഥാനം വാഷിംഗ്ടൺ ആണ്. സാമ്പത്തിക പ്രതിസന്ധിയുള്ള രാജ്യങ്ങൾ സഹായത്തിനായി പലപ്പോഴും ഈ സ്ഥാപനങ്ങളെ സമീപിക്കുന്നു. വായ്പ ലഭിക്കുന്നതിനായി അവർ നിർദ്ദേശിക്കുന്ന ഉപാധികൾ രാജ്യങ്ങൾ നടപ്പിലാക്കേണ്ടി വരുന്നു. ഇത്തരം ഉപാധികളെല്ലാം തന്നെ ആഗോളവൽക്കരണത്തെ ശക്തിപ്പെടുത്തുന്നവയാണ്. ഇനി നമ്മൾ WTOയുടെ നിർദ്ദേശങ്ങൾ പറഞ്ഞവിടെ പേറ്റന്റ് നിയമങ്ങൾ പരിഷ്കരിക്കുക എന്ന് പറഞ്ഞു. അപ്പോൾ എന്താണ് പേറ്റന്റ് എന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്? പുതിയ സാങ്കേതിക വിദ്യയോ ഉൽപ്പന്നമോ ഉൽപാദന രീതിയോ കണ്ടുപിടിക്കുന്നവർക്ക് നിശ്ചിത കാലത്തേക്ക് അവയുടെ അവകാശം സംരക്ഷിക്കുന്നതിനായിട്ട് നൽകുന്നതാണ് എന്തെന്ന് പറയുന്നത്? പേറ്റന്റ് എന്ന് പറയുന്നത്. നമുക്ക് കേട്ടിട്ടുള്ളതാണ് അല്ലേ? അടുത്തത് ബഹുരാഷ്ട്ര കമ്പനികൾ. നോക്കുക. ഒരു രാജ്യത്ത് രജിസ്റ്റർ ചെയ്ത് നിരവധി രാജ്യങ്ങളിൽ പ്രവർത്തിക്കുന്ന കമ്പനികൾ ബഹുരാഷ്ട്ര കമ്പനികൾ എന്ന് പറയപ്പെടുന്നു. ഒരു രാജ്യത്ത് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടാവും, പക്ഷേ അതിൻ്റെ പ്രവർത്തനം എന്ന് പറയുന്നത് നിരവധി രാജ്യങ്ങളിൽ ഉണ്ടാവും. അങ്ങനെയുള്ള കമ്പനികളെയാണ് ബഹുരാഷ്ട്ര കമ്പനികൾ എന്ന് പറയുന്നത്. വലിയ മൂലധനവും ഉയർന്ന സാങ്കേതിക വിദ്യയും കൈവശമുള്ള ഇത്തരം കമ്പനികൾ നവ ഉദാരവൽക്കരണത്തെ ഒരവസരമായി കണ്ടുപിടിച്ചു. ഉൽപ്പന്നങ്ങൾ ഒരു രാജ്യത്ത് നിർമ്മിച്ച് മറ്റു രാജ്യങ്ങളിലേക്ക് കയറ്റുമതി ചെയ്യുന്നതിന് പകരം മൂലധനം വികസ്വര രാജ്യങ്ങളിൽ നിക്ഷേപിച്ച് അവിടുത്തെ അസംസ്കൃത വസ്തുക്കളും തൊഴിലും കമ്പോളവും തങ്ങൾക്ക് അനുകൂലമായി ഉപയോഗിക്കാൻ ഈ കമ്പനികൾക്ക് കഴിഞ്ഞു. അപ്പോൾ ബഹുരാഷ്ട്ര കമ്പനികൾ ചെയ്തത് എന്താണ്? അതായത് ഇത്തരം കമ്പനികൾ നവ ഉദാരവൽക്കരണത്തെ ഒരു അവസരമായി കണ്ടെത്തി
ഉൽപ്പന്നങ്ങൾ ഒരു രാജ്യത്ത് നിർമ്മിച്ച് മറ്റു രാജ്യങ്ങളിലേക്ക് കയറ്റുമതി ചെയ്യുന്നതിന് പകരം മൂലധനം, അതായത് വികസ്വര രാഷ്ട്രങ്ങളെ കണ്ടെത്തിയിട്ട് അവിടെ മൂലധനം നിക്ഷേപിച്ച് അവിടുത്തെ അസംസ്കൃത വസ്തുക്കൾ, വികസ്വര രാജ്യങ്ങളെ അവരുടെ രാജ്യത്ത് വ്യവസായങ്ങൾക്ക് നിർമ്മിക്കാൻ ആവശ്യമായിട്ടുള്ള അസംസ്കൃത വസ്തുക്കൾ കണ്ടെത്തുന്ന കമ്പോളമാക്കിയിട്ട് മാറ്റി ദെൻ അവിടെ അവരുണ്ടാക്കുന്ന ഉൽപ്പന്നങ്ങൾ ഇവിടെ വികസ്വര രാജ്യങ്ങളിൽ കൊണ്ടുവന്നിട്ട് വിൽക്കുന്ന കമ്പോളമായിട്ട് മാറ്റി. ഓക്കെ, അതാണ് ബഹുരാഷ്ട്ര കമ്പനികൾ ചെയ്തത്. ചില ബഹുരാഷ്ട്ര കമ്പനികളുടെ വിറ്റുവരവ് പല ചെറിയ വികസ്വര രാജ്യങ്ങളുടെയും ദേശീയ വരുമാനത്തേക്കാൾ കൂടുതലാണെന്ന് കാണാം. രാജ്യങ്ങളുടെ ആഭ്യന്തര നയങ്ങളിലും നിയമങ്ങളിലും തങ്ങൾക്ക് അനുകൂലമായ മാറ്റങ്ങൾ കൊണ്ടുവരാൻ ബഹുരാഷ്ട്ര കമ്പനികൾക്ക് പലപ്പോഴും കഴിയുന്നുണ്ട്. ബഹുരാഷ്ട്ര കമ്പനികൾ പലപ്പോഴും പ്രാദേശിക കമ്പനികളുമായി ചേർന്നുകൊണ്ടോ പ്രാദേശിക കമ്പനികളെ ഏറ്റെടുത്തുകൊണ്ടോ ആണ് ഉൽപ്പാദനം ആരംഭിക്കുന്നത്. ഓക്കെ, ബഹുരാഷ്ട്ര കമ്പനികൾ എന്താണ് ചെയ്യുന്നത്? പ്രാദേശിക കമ്പനികളുമായി ചേർന്നുകൊണ്ടോ അല്ലെങ്കിൽ പ്രാദേശിക കമ്പനികളെ ഏറ്റെടുത്തുകൊണ്ടോ ആണ് ഉൽപ്പാദനം ആരംഭിക്കുക. അതുവഴി പ്രാദേശിക കമ്പനികളുടെ ഉൽപ്പാദന വിതരണ സംവിധാനങ്ങൾ ഉപയോഗിച്ച് വേഗത്തിൽ ഉൽപ്പന്നം കമ്പോളത്തിൽ എത്തിക്കാൻ ബഹുരാഷ്ട്ര കമ്പനികൾക്ക് കഴിയും. പ്രാദേശിക കമ്പനികൾക്കാകട്ടെ കൂടുതൽ മൂലധനവും ഉന്നത സാങ്കേതിക പരിജ്ഞാനവും ലഭ്യമാകും. മറ്റൊരു രീതിയിലും ബഹുരാഷ്ട്ര കമ്പനികൾ ഉൽപ്പാദനം നിയന്ത്രിക്കുന്നുണ്ട്. ഉൽപ്പന്നത്തിൻ്റെ നിർമ്മാണം പ്രാദേശിക ചെറുകിട സംരംഭകരെ ഏൽപ്പിക്കുന്നു. ഓക്കെ, ഏത് രീതിയിലാണ് ബഹുരാഷ്ട്ര കമ്പനികൾ ഉൽപ്പാദനം നിയന്ത്രിക്കുന്നത്? ഉൽപ്പന്നത്തിൻ്റെ നിർമ്മാണം പ്രാദേശിക ചെറുകിട സംരംഭകരെ ഏൽപ്പിക്കുന്നു. അവരിൽ നിന്ന് ലഭിക്കുന്ന ഉൽപ്പന്നം സ്വന്തം ബ്രാൻഡ് നാമത്തിൽ വിറ്റഴിക്കുന്നു. വസ്ത്രങ്ങൾ, ചെരുപ്പുകൾ, കായികോപകരണങ്ങൾ മുതലായവയുടെ നിർമ്മാണം ഇതിന് ഉദാഹരണമാണ്. പല രാജ്യങ്ങളിലായി നിർമ്മിക്കുന്ന ഭാഗങ്ങൾ ഏതെങ്കിലും ഒരു രാജ്യത്ത് കൂട്ടിയോജിപ്പിക്കുന്ന രീതിയും അവർ പരീക്ഷിക്കുന്നു. വാഹന നിർമ്മാണത്തിൽ ഈ രീതി ഉപയോഗിക്കുന്നുണ്ട്. നവ ഉദാരവൽക്കരണ ആശയങ്ങളാണ് കമ്പോളവൽക്കരണത്തിന്റെ ആവിർഭാവത്തിന് ഇടയാക്കിയത്. ഓക്കെ, അപ്പോൾ നവ ഉദാരവൽക്കരണം എന്താണെന്ന് നമ്മൾ പറഞ്ഞു. അപ്പോൾ അതിൻ്റെ ആശയങ്ങളാണ് കമ്പോളവൽക്കരണത്തിൻ്റെ ആവിർഭാവത്തിന് ഇടയാക്കിയത് എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ബഹുരാഷ്ട്ര കമ്പനികൾ എന്താണെന്നുള്ളതിൻ്റെ ഒരു ഐഡിയ കിട്ടിയെന്ന് ഞാൻ വിചാരിക്കുന്നു. ഓക്കെ, ഇത് കണ്ടതിന് ശേഷം നിങ്ങൾ ഉറപ്പായിട്ടും +1 എക്കണോമിക്സും കൂടെ ഒന്ന് കണ്ടേക്കണേ. ഓക്കെ, അടുത്തത് കമ്പോളവൽക്കരണം. പുതിയ സാമ്പത്തിക നയങ്ങളുടെ ഫലമായി കമ്പോളം ഇന്ന് വളരെ സ്വതന്ത്രവും വ്യാപകവും ശക്തവുമായി മാറിക്കൊണ്ടിരിക്കുന്നു. കമ്പോളത്തിന്മേലുള്ള സർക്കാർ നിയന്ത്രണം ഇല്ലാതാക്കിക്കൊണ്ടിരിക്കുന്നു. അടിസ്ഥാന സൗകര്യ വികസനം, അടിസ്ഥാന വ്യവസായങ്ങൾ, ബാങ്കിംഗ്, ഇൻഷുറൻസ് എന്നിങ്ങനെ പല പുതിയ മേഖലകളും കമ്പോളത്തിൻ്റെ പരിധിയിലേക്ക് വന്നു. സർക്കാർ ഉടമസ്ഥതയിലുണ്ടായിരുന്ന പല സ്ഥാപനങ്ങളും സ്വകാര്യവൽക്കരിച്ച് കമ്പോളത്തിൻ്റെ ഭാഗമായിട്ട് മാറി. എല്ലാം കമ്പോളത്തിൽ ലഭ്യമാണ് അല്ലെങ്കിൽ കമ്പോളത്തിലേ ലഭ്യമാകൂ എന്ന രീതിയിലേക്ക് കാര്യങ്ങൾ മാറിയിരിക്കുന്നു. ഈ പ്രവണതയാണ് കമ്പോളവൽക്കരണം എന്ന് അറിയപ്പെടുന്നത്. കമ്പോളവൽക്കരണത്തിലെ പ്രധാനപ്പെട്ട ലക്ഷ്യം എന്താണ്? ലാഭം മാത്രമാണ്. ഓക്കെ, അടുത്തത് പുതിയ സാമ്പത്തിക നയങ്ങൾക്ക് അനുകൂലവുമുണ്ട് പ്രതികൂലവുമായിട്ടുള്ള വാദങ്ങളുണ്ട് അല്ലേ. പുത്തൻ സാമ്പത്തിക നയം, ഏതൊരു നയം വരുമ്പോഴും അതിന് പോസിറ്റീവ് സൈഡ്സും ഉണ്ടാവും നെഗറ്റീവ് സൈഡ്സും ഉണ്ടാവും. അപ്പോൾ പ്രതികൂലവും അനുകൂലവുമായിട്ടുള്ള വാദങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതിൽ വന്നിട്ടുള്ള അനുകൂലമായിട്ടുള്ള വാദങ്ങൾ എന്തൊക്കെയാണ്? വൈവിധ്യമാർന്ന ഉൽപ്പന്നങ്ങൾ വിപണിയിൽ ലഭ്യമാകുന്നു എന്നുള്ളത് പോസിറ്റീവായിട്ടുള്ളൊരു കാര്യമാണ്. മികച്ച സാങ്കേതിക വിദ്യ ഉപയോഗിക്കാൻ കഴിയുന്നു എന്ന് പറഞ്ഞവരുണ്ട്. മത്സരം വർദ്ധിക്കുന്നത് വില കുറയാൻ കാരണമാകുന്നു എന്ന് പറഞ്ഞവരുണ്ട്. കയറ്റുമതി വർദ്ധിക്കുന്നു എന്നുള്ളതുണ്ട്. ദെൻ കമ്പനികൾക്ക് വിദേശ വിപണികളിൽ പ്രവേശിക്കുവാൻ കഴിയുന്നു. കൂടുതൽ സംരംഭങ്ങൾ തുടങ്ങുന്നതിന് തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നു. ദേശീയ വരുമാനം വർദ്ധിക്കുന്നു. ഇതെല്ലാം പുത്തൻ സാമ്പത്തിക നയത്തിൻ്റെ പോസിറ്റീവായിട്ടുള്ള വാദങ്ങളാണ്. ഇനി ഇതിനെ പ്രതികൂലിച്ചുകൊണ്ടുള്ള വാദങ്ങൾ വന്നിട്ടുണ്ട്. അതെന്തൊക്കെയാണ്? സാമ്പത്തിക അസമത്വം വർദ്ധിക്കുന്നു എന്ന് പറയുന്നവരുണ്ട്. ഓക്കെ, സാമ്പത്തിക അസമത്വം വർദ്ധിക്കുന്നു. പ്രകൃതി വിഭവങ്ങളുടെ അമിതമായിട്ടുള്ള ചൂഷണം നടക്കുന്നു. ഇറക്കുമതി പ്രാദേശിക ഉൽപ്പന്നങ്ങളുടെ വില തകർച്ചയ്ക്ക് കാരണമാകുന്നു. ഓക്കെ, ഇറക്കുമതി പ്രാദേശിക ഉൽപ്പന്നങ്ങളുടെ പല രാജ്യങ്ങളിൽ നിന്നും പലതരത്തിലുള്ള പ്രോഡക്ട്സ് ഇറക്കുമതി ചെയ്യുന്ന സമയത്ത് നമ്മുടെ രാജ്യങ്ങളിൽ ഉൽപ്പാദിപ്പിക്കുന്ന ഉൽപ്പന്നങ്ങൾക്ക് എന്താണ്? വില കിട്ടാതെ വരും അല്ലേ. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങൾ ഉണ്ടാവുന്നു. സമ്പദ്ഘടനയെ നിയന്ത്രിക്കാനുള്ള സർക്കാരിൻ്റെ കഴിവ് കുറയുന്നു. തൊഴിൽ സുരക്ഷിതത്വം കുറയുന്നു. ഓക്കെ, സമ്പദ്ഘടനയെ നിയന്ത്രിക്കാനുള്ള സർക്കാരിൻ്റെ കഴിവ് കുറയുന്നു. കാരണം എന്താണ്? പ്രൈവറ്റ് സെക്ടറിനൊക്കെ റോള് വരുന്നത് കൊണ്ട് തന്നെ സമ്പദ്ഘടനയെ നിയന്ത്രിക്കാനുള്ള സർക്കാരിൻ്റെ കഴിവ് കുറയുന്നു. തൊഴിൽ സുരക്ഷിതത്വം കുറയുന്നു. പൊതുമേഖലാ സ്ഥാപനങ്ങൾ സ്വകാര്യവൽക്കരിക്കുന്നത് ഭാവിയിൽ സർക്കാർ വരുമാനം കുറയാൻ ഇടയാക്കുന്നു. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് അതിനെ പ്രതികൂലിച്ചുകൊണ്ട് വന്നിട്ടുള്ളത്. ഓക്കെ ആണല്ലോ. അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ ഈ ഒരു ചാപ്റ്റർ എന്ന് പറയുന്നത്. സാമ്പത്തിക വളർച്ചയും സാമ്പത്തിക വരുമാനവും സമ്പദ് വ്യവസ്ഥയും സാമ്പത്തിക നയങ്ങളും എന്ന് പറയുന്ന ഈ ഒരു ചാപ്റ്റർ. ഓക്കെ, ഇനി